everyone, welcome back to my channel Relish my life. ഇന്ന് ഞാനൊരു ബേക്കറി ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെള്ള അവൽ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് നല്ല അടിപൊളി മധുരമുള്ള ഒരു മിക്സ്ചർ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ള അവൽ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പച്ചക്കടല എടുത്തിട്ടുണ്ട്, കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. ഇനി മിക്സറിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാര മിശ്രിതം നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 8 ഏലക്കായ എടുത്തിട്ടുണ്ട്, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഈ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഏലക്കായും കൂടിയിട്ട് ഗ്രൈൻഡറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഏലക്കായും പഞ്ചസാരയും ഉപ്പും കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓയിൽ ചൂടായി വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കപ്പലണ്ടി വറുത്തെടുക്കാം. നല്ല മീഡിയം ഹൈ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാവുന്ന പരുവം എങ്ങനെയാണെന്ന് വെച്ചാൽ കടല പൊട്ടി തുടങ്ങും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ആയിട്ടുണ്ട് എന്നുള്ളത്. കടല പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, പൊട്ടിയിട്ട് വെള്ള കളർ പുറത്ത് കാണുന്നുണ്ട്. ഈ ഒരു പരുവെത്തുമ്പോൾ പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. ഒരു പാത്രത്തിൽ കിച്ചൺ ടിഷ്യൂ വെച്ചിട്ട് അതിനകത്തേക്ക് കോരി മാറ്റുക. അപ്പം എണ്ണ എല്ലാം അതിലേക്ക് പിടിച്ചോളും. കപ്പലണ്ടി വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവല് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ചായിട്ട് ഏകദേശം 1 ടീസ്പൂൺ അവൽ വെച്ചിട്ട് ഒരു സമയത്ത് ഇടാൻ പാടുള്ളൂ. അത് ഇടുമ്പോഴത്തേക്കും ഫ്രൈ ആവുകയും ചെയ്യും. അപ്പം തന്നെ നമുക്ക് കോരി മാറ്റുകയും ചെയ്യാം. കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ള കളറെല്ലാം മാറും. അപ്പം അത് ചെയ്യരുത്. ഫ്ലെയിം മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടതും. നമ്മൾ ഒരേ സമയത്ത് തന്നെ ഒരുപാട് അവൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുകയാണെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ കുറച്ച് അവൽ ഫ്രൈ ആയിട്ടുണ്ടാവും, മറ്റുള്ള അവൽ ഫ്രൈ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യരുത്. 1 ടീസ്പൂൺ വെച്ച് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഇത് ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ പരിപാടിയെല്ലാം പെട്ടെന്ന് കഴിയും. അപ്പം അത്രയും എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അവൽ വറുത്ത് കഴിഞ്ഞാൽ തീ ഓഫാക്കുക. ഉടനെ തന്നെ നമ്മൾ വെച്ചിട്ടുള്ള വേപ്പില ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തത് നമുക്ക് കോരിയെടുക്കാം. ഈ വറുത്ത് വെച്ചിട്ടുള്ളതെല്ലാം ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള വേപ്പില വറുത്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വറുത്ത് വെച്ചിട്ടുള്ള അവൽ നമുക്ക് കപ്പലണ്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും, ടിഷ്യൂ ഒരുവിധം ഓയിലെല്ലാം വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ആ പഞ്ചസാര മിശ്രിതം ഇതിനകത്തേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഒരു സമയം വെച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള പഞ്ചസാര 5 ടേബിൾ സ്പൂൺ പഞ്ചസാര മുഴുവൻ ആഡ് ചെയ്തിട്ടുണ്ട്. മധുരം ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ്, കൂട്ടോ കുറക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതൊരു പാകത്തിനുള്ള മധുരമാണ്. അപ്പോൾ നമ്മുടെ അവിൽ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.